ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പാർട്ട് 2 ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പാർട്ട് 1 ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. തൻവി സുധീർ ഘോഷ്, സിന്ധു കൃഷ്ണയുടെ നീസ്, ഇവർ അവരുടെ ചാനലിലൂടെ ഇന്നലെ ഒരു വീഡിയോ പുറത്തു വിട്ടിരുന്നു. അവർ നാട്ടിലേക്ക് നിർത്തി പോരുന്ന റിലേറ്റഡ് ആയിട്ട് എന്ത് റീസൺ കൊണ്ടാണ് അവർ പോരുന്നത് എന്നുള്ളത് പറയുന്ന കൂട്ടത്തിൽ അവർ അവരുടെ അമ്മമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മമ്മയുടെ ഒരു വീഡിയോ ക്ലിപ്പും പ്ലേ ചെയ്തിരുന്നു. ഈ വീഡിയോ വന്നു. ആ വീഡിയോ ഞാൻ ഫസ്റ്റ് റിയാക്ട് ചെയ്തിരുന്നു. ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിൽ വന്നിട്ടുള്ള കമൻസാണ്. അതിൻ്റെ സെക്കൻഡ് വീഡിയോ ഇന്ന് അവരിപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈ അഹാന ഈ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് ഒരു കമൻറ്റ് അവർ അപ്പൂപ്പനായിട്ടുള്ള പഴയ അപ്പൂപ്പൻ്റെ ഓർമ്മയ്ക്ക് പറഞ്ഞിട്ടുള്ള പഴയൊരു വീഡിയോ അഹാന കൃഷ്ണയുടെ ചാനലിൽ ചെയ്തതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തതിന് മറുപടിയായിട്ട് അഹാന കൊടുത്തിട്ടുള്ള 2 വീഡിയോ നമ്മൾ ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടായ കാരണം ഇവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ചാനലിൽ ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 കണ്ട എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു വീഡിയോ അല്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ഈ സെക്കൻഡ് വീഡിയോ വന്നിട്ടുള്ളത് പരക്കെ ആക്ഷേപം ഇവരുടെ കമൻറ്റ് ബോക്സിൽ കണ്ടു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ ഇവർ ഈ വീഡിയോ ചെയ്ത സമയത്ത് പല ആൾക്കാരും ഇപ്പം എൻ്റെ പേഴ്സണലി ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ അടിയിലും പല ക്രിയേറ്റേഴ്സ് ചെയ്ത വീഡിയോയുടെ അടിയിലും എല്ലാവരും എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഗുണ്ടായിസം എന്നൊക്കെ പറയുന്നത്, ഗുണ്ടായിസം ഇപ്പോൾ ഒരു വീട്ടിലെന്തായാലും ഗുണ്ടായിസം കാണിക്കുന്നില്ല, അവർ ഈ കുട്ടിയുടെ വായ അടപ്പിക്കും, അതുകൊണ്ട് മോള് സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് കംപ്ലീറ്റ് കമൻറ്റ്സ്. ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ചെയ്ത് കണ്ടു കേട്ടോ. അപ്പോൾ ഇന്ന് ഇവരുടെ ഈ വീഡിയോ കണ്ട സമയത്ത് ഇവരുടെ ബോഡി ലാംഗ്വേജസ് ചേഞ്ച് എൻറ്റയർലി. അവർ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആയ പോലെ തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ അവർ ഇന്നലെ ചെയ്തിട്ടുള്ള വീഡിയോ വളരെ സീരിയസ്ലി അത് ഈ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പോൾ 2 രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിന് സമീപിക്കാം. ഞാൻ രണ്ടാമത് ചെയ്ത വീഡിയോയിൽ കാര്യം പറഞ്ഞിരുന്നു. ചില അമ്മമ്മമാരുണ്ടല്ലോ, അവർക്ക് ചില കുട്ടികളോടായിരിക്കും കൂടുതൽ സ്നേഹം, കൂടുതലായിട്ടൊന്നും കൂടി ഇഷ്ടം. ചിലപ്പോൾ ഇവർ ഈ കാര്യത്തിൽ പറയുന്നുണ്ട്, കൂടുതൽ സ്നേഹം ഒരു മകളുടെ കുട്ടിയോടായിരിക്കാം. ഇത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റൊരു മോളുടെ കുട്ടികൾക്കും അവർക്ക് ഫാമിലിക്കൊക്കെ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ഇനി ഒരു പ്രശ്നമില്ലെങ്കിൽ തന്നെ ആൾക്കാർ പ്രായമാവുന്ന സമയത്ത് അവർക്ക് തന്നെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ട് പല രീതിയിൽ അവരിത് പ്രകടിപ്പിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം, ആയിരിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യാം. അതിന് മുന്നൊരു കാര്യം, എന്നോട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഞാനും അത് കണ്ടു കേട്ടോ. അതായത് ഇവർ പരസ്പരം ഈ കുട്ടി തിരിച്ച് അഹാനനെ ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ സിന്ധു കൃഷ്ണനെയും ദിയ കൃഷ്ണനെയും ഈ തൻവി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ തിരിച്ച് സിന്ധു കൃഷ്ണ, അഹാന കൃഷ്ണ ഇവർ 2 പേരും തൻവീനെ ഫോളോ ചെയ്ത് കാണുന്നില്ല. അപ്പോൾ അതിനോട് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് പണ്ട് പേര് ഫോളോ ചെയ്തിരുന്നു, ഇപ്പോൾ അൺഫോളോ ചെയ്തതാണ്, ഈ ഒരു വിഷയം വന്നിട്ട് അൺഫോളോ ചെയ്തതാണെന്ന് പറഞ്ഞു. നമുക്കറിയില്ല. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതാണല്ലോ, നമ്മൾ പഴയ കേസൊക്കെ ആണെങ്കിൽ നമ്മൾ മിണ്ടില്ല, പിന്നെ അവർ പോണ വഴിക്ക് പോവില്ല, ഫംഗ്ഷന് പോവില്ല, തിരിഞ്ഞു നോക്കില്ല. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ സോ കോൾഡ് ഇങ്ങനെ ഈ ഇൻ്റർനെറ്റ് സെലിബ്രിറ്റി ഫാമിലീസ് ഉണ്ടല്ലോ, ഇവരൊക്കെ ആൾക്കാരൊക്കെ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പരസ്പരം അൺഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ പുറത്തുള്ളവരൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ വീഡിയോ പ്ലേ ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ പറയുന്ന ഈ കുട്ടിയുടെ അസുഖം റിലേറ്റഡ് ആയിട്ടാണ്. പിന്നെ നിങ്ങൾ കണ്ടോളൂ, അവരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും നേരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്യാം. അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പന് ഞാൻ ആരെന്ത് ചെയ്താലും അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് അന്ന് ചെയ്തു തന്നത്, അതേപോലെ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാനുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവരുടെ എനിക്കറിയട്ടെ, എൻ്റെ തോന്നലാണ്, നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ. ഇവർക്ക് ആ ഒരു പഴയ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുള്ള കോൺഫിഡൻസ് ഇല്ല. ഇവർ പറഞ്ഞില്ലേ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും എന്താണെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കുകയാണ് താല്പര്യം. അപ്പോൾ ഒരു കുട്ടിയോട് മാത്രം കൂടുതലുണ്ടാവുന്ന സമയത്ത്, പിന്നെ മാത്രമല്ല അഹാനയുടെ ഇന്ന് രാവിലെ ഞാൻ ചെയ്ത വീഡിയോയിൽ അഹാനയുടെ ക്ലിപ്പ് പ്ലേ ചെയ്തിരുന്നു. അവർക്ക് ആ അമ്മമ്മയായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫോൺ വിളിച്ച് വരുത്താനുള്ള പരിപാടി ആയിരുന്നു. അതിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കേസിലാണോ മനസ്സിലായത്. ഇതാണ് ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്. ഈ കുട്ടി ഇന്നലെ വീഡിയോ ചെയ്തത് ജെന്വിൻ ആണെന്ന് എനിക്ക് തോന്നിയത് ഇന്നലെ, വളരെ ജെന്വിനായിട്ട്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് അറിയിക്കാനുള്ളൊരു പരിപാടിയും കൂടി എടുത്തോ സംശയമുണ്ടെന്ന്. അപ്പോൾ ഈ കുട്ടി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നില്ലെന്ന്, ഈ തൻവി എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല, അവർ നേരെ അത് മാറ്റി പറഞ്ഞു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് മാത്രമല്ല, കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരും തന്നെ പറയുന്നുണ്ട്.
പിന്നെ അമ്മൂമ്മയ്ക്ക് അപ്പോൾ പിന്നെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് എനിക്ക് അവർ തരത്തുള്ളൂ. ഇപ്പോൾ ഒരു ഒരു കിലോ ചിക്കൻ മേടിച്ചാൽ പോലും അത് മൊത്തം എന്നെ തന്നെ തിരിക്കാൻ നോക്കും, അവർ പോലും കഴിക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അമ്മൂമ്മയ്ക്ക് ഈ ലോകത്ത് അപ്പൂപ്പൻ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലാതെ വേറെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം എന്തായാലും ആ കാര്യം കഴിഞ്ഞു. അപ്പം ഇനി എന്തായാലും പാർട്ട് 2 പറയാം. പാർട്ട് 2 ഓക്കെ, ഇത് ഇവർ തമ്മിൽ വിഷയമുണ്ട്, അത് 100% നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. അഗെയിൻ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈവറ്റ് ലൈഫ് പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് പേഴ്സണലായിട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. പല ആൾക്കാരും എനിക്ക് കമൻസ്, കുറച്ച് ആൾക്കാർ മാത്രം കമൻസ് അയക്കുന്നുണ്ട്. ബ്രോ ഒരു നല്ല സ്നേഹത്തിൽ തന്നെ കേട്ടോ, നമുക്ക് എനിക്ക് അങ്ങനെ മോശമാക്കിയിട്ടും പറയില്ല, സ്നേഹത്തിൽ തന്നെ പറയുന്നുണ്ട്. ബ്രോ ഇത് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് എന്താണ് പേഴ്സണൽ ലൈഫ്, ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പേഴ്സണൽ ലൈഫ്. അത് എന്ന് പുറത്തേക്ക് ഇറക്കുന്നു ഇതിന് ഡസൻ ബിക്കം പേഴ്സണൽ. പിന്നെ അത് പേഴ്സണൽ അല്ല, അത് ആൾക്കാരിലേക്ക് ഇടയിലേക്ക് ചർച്ച ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ഡെഫിനറ്റ്ലി എന്ത് വന്നാലും അഭിപ്രായങ്ങൾ പറയാതിരിക്കില്ല. ഇവിടെ നിന്ന് ഈ കുട്ടി ഒരു കാര്യം പറയുന്നത്, എനിക്ക് എൻ്റെ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനെ കഴിഞ്ഞാൽ പിന്നെ ഞാനാണെന്ന് പറയുന്നുണ്ട്. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ വന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ ഇതിനെ സ്വത്തിൻ്റെ റിലേറ്റഡായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കും. മനസ്സിലായോ? ഞാൻ ഇവരെ മോശമാക്കി പറയില്ല, അവരുടെ പേഴ്സണൽ കാര്യമാണ്, നമുക്കൊന്നും അറിയില്ല. പക്ഷേ നമ്മളിങ്ങനെ സിമിലർ സിറ്റുവേഷൻസിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്വത്തും കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല, ഞാൻ ഒരിക്കലും ഞാൻ ആ തന്നെ ഉദ്ദേശിക്കുന്നില്ല. പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് പല ഫാമിലീസിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ ഒരു ഇത് റിലേറ്റഡ് ആയിട്ടാണ്, നമ്മുടെ സ്വത്തും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇവരുടെ ഫാമിലി ഇതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, പൊതുവേ ഒരു ജനറൽ കാര്യം പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടോ, ഇന്നലെ തൻവി സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു, സാരമില്ല പറയാൻ പറ്റുന്നത് പോലെ പറയൂ മോളെ. അതായത് ഇന്നലത്തെ അവരുടെ ബോഡി ലാംഗ്വേജും ഇന്നത്തെ ബോഡി ലാംഗ്വേജും ഡിഫറെൻ്റ് ആണെന്നുള്ളത് ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. വൈ ദേ അൺഫോളോഡ് യു ഓൺ ഇൻസ്റ്റഗ്രാം. നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, മറ്റുള്ളവരെ പോലെ പൈസയ്ക്ക് മാത്രം വില കൊടുക്കാതെ മനുഷ്യബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നു. ഇതാണ് ഇവരുടെ കേസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഈ കൃഷ്ണകുമാർ, എനിക്കൊരാൾ ഒരുപാട് പേര് ഒരാൾ കമൻറ്റ് ചെയ്തുകൊണ്ട് അവർ പാർട്ടി മാറിയതുകൊണ്ട് ഇതിൻ്റെ അറ്റാക്കിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിതൊന്നും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ, നമ്മളങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. പാർട്ടി മാറില്ല, പക്ഷേ ഇപ്പോൾ BJP ആയതുകൊണ്ട് അറ്റാക്ക് ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മുകളിൽ എത്തിയിരിക്കുന്നത്. സോ അവർ ആറ്റിറ്റ്യൂഡോ പരിപാടിയോ കാര്യങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മളെ വിഷയമല്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. Your mother should also contribute financially to take care of her mother, that is your grandmother. She just can't wash her responsibility away. അതായത് ഈ കുട്ടിയുടെ അമ്മ ഈ അമ്മേനെ നോക്കില്ല, ഇവരെ അമ്മയുടെ അത് എനിക്കറിയില്ല കേട്ടോ, ആരെങ്കിലും കമൻറ്റ് ചെയ്യും, ഇവരുടെ അമ്മയും അച്ഛൻ്റെ കഥ അറിയില്ല. തൻവിയെ കൊണ്ട് ഈ പാർട്ട് 2-ൽ ആരാ ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്, ഇയാൾ ആരെയൊക്കെ പേടിക്കുന്നു. 233 ലൈക്കൊക്കെ കിട്ടിയിട്ടുള്ളൊരു ടോപ്പ് കമൻറ്റാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട്. പിന്നെ പാവം, ഇറ്റ് മസ്റ്റ് ബി ഹാർഡ് ഫോർ യു. ഇങ്ങനെ അങ്ങ് തട്ടിവിട്ടേക്ക്, അല്ലെങ്കിൽ ഉള്ള ബന്ധങ്ങൾ കൈവിട്ടു പോകും. ആരോ എന്തോ പേടിപ്പിച്ചിട്ടുണ്ട്, ഇന്നലത്തെ എനർജി ഇല്ല, മാറ്റി പറഞ്ഞിട്ടുണ്ടാകും അവർ. ആളുകൾ തൻവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ലാസ്റ്റ് വീഡിയോ വാസ് എ ട്രൂത്ത് ഓഫ് ദ മാറ്റർ, ഓൾ അബൌട്ട് അമ്മമ്മ, ആൻഡ് നൗ ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഫാമിലീസ് ഹെൽത്ത് കണ്ടീഷൻ. This looks so much like a correction video. പാവം, we can understand everything. സിന്ധു ആൻഡ് സിമി ഇടപെട്ടിട്ടുണ്ട്. എക്സ്പ്ലനേഷൻസ് കൊള്ളാം. സിന്ധു തൻവി കൊച്ചിനെ വിളിച്ച് നല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തൻവി ആരെയോ പേടിക്കണ്ടോ എന്ന് കരുതി പുതിയ എക്സ്പ്ലനേഷൻസ് തരുന്നു. ഒരുപാട് ടെൻഷനായാണ് പാവം സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ താൻ ആരെയും ഒന്നും പറഞ്ഞിട്ടല്ലല്ലോ, തൻ്റെ നാട്ടിലേക്ക് വരാനുള്ള റീസൺ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് പറയുന്നത്. തൻവിക്ക് ഇന്നലെ ഉണ്ടായ ഹാപ്പിയൊക്കെ പോയല്ലോ. സിന്ധു ഗുണ്ടകളെ വിട്ടോ, ഗുണ്ടകളൊക്കെ വിടൂ. അഹാന ഫൈറ്റ് ചെയ്തോ. എന്തിനാണ് തൻവി ഇങ്ങനെ പേടിക്കുന്നത്? ഇയാൾ സത്യമുള്ളതുപോലെ പറഞ്ഞു, അതിന് അവർ എക്സ്പോസ്ഡ് ആയി ഉണ്ടാവും. ഉള്ളതല്ലേ, എന്തൊരു ടീംസാണ് KK ഫാമിലി. യു ആർ സോ കൈൻഡ് തൻവി. നിങ്ങൾക്കറിയാം അമ്മമാരുടെ കാര്യം, അവർ വീട്ടിൽ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. തൻവി ഓപ്പൺ അപ്പ്, സിന്ധു ആൻഡ് അഹാന ഹാസ് അൺഫോളോഡ്. എന്തു പറ്റി? അൺഫോളോഡ് ഈച്ച് അതർ. ചേച്ചി കമൻറ്റ് ബോക്സ് നെഗറ്റീവ് മാത്രം നോക്കി നിൽക്കല്ലേ, എന്തിനാ ഇങ്ങനെ ഫേക്കായി സംസാരിക്കുന്നത്? ഇന്നലെ പറഞ്ഞ വേ ഓഫ് ടോക്ക് അല്ലല്ലോ ഇന്ന്. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, സത്യമാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക, ആരെയും പേടിക്കരുത്. അമ്മമ്മയുടെ വീടിൻ്റെ അവസ്ഥയ്ക്ക് കണ്ടാലാണ് ഇതൊക്കെ അല്ലേ കുടുംബ ബന്ധങ്ങളൊക്കെ ഉള്ളതുണ്ടാവും. പാർട്ട് 1 വാസ് റിയൽ യു, ബട്ട് ഇൻ പാർട്ട് 2 യു ആർ ട്രൈങ് ടു ഫേക്ക്. ഷെയിം ഓൺ യു KK ഫാമിലി. ഇന്നലെ പറഞ്ഞു വന്ന സ്പിരിറ്റ് ഒന്നും ഇന്നില്ല, നല്ലോണം കിട്ടിയിട്ടുണ്ട്.
എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ്. നമ്മൾ കമൻറ്റ് ബോക്സ് വെച്ചിട്ടാണ് ഇന്നലെ സംസാരിച്ചിട്ടോ. അങ്ങനെയാണ് ഇതൊരു വിഷയമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അവർ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചു. വോട്ടെവർ, എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. ഇത്ര മാത്രം. ഇതൊന്നും ആദ്യം തന്നെ അവരൊന്നും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ആ അമ്മമ്മയുടെ വീഡിയോ ഒഴിവാക്കായിരുന്നു. അമ്മമ്മയ്ക്ക് ആരുമില്ല, ഞാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞാൽ മതിയെന്നു. അതിൽ തന്നെ ആൾക്കാരുണ്ടാക്കും. പക്ഷേ അമ്മമ്മയ്ക്ക് അടുത്തേക്ക് പോരണം, എനിക്ക് കുറച്ച് ദിവസം വേറെയും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലത്തെ വീഡിയോയിൽ എവിടെയെങ്കിലും ഈ കുട്ടിയുടെ ഉണ്ടായിരുന്നോ? ഇല്ല ഒന്നുണ്ട്. ഷീ കുഡ് ഹാവ് ടോൾഡ് യെസ്റ്റർഡേ അല്ലേ, മോൻ്റെ വിഷയം. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കുട്ടിയുടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ട് കണ്ടു. ഞാൻ അങ്ങനെ പറയല്ല, നമുക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. നോണെന്ന് പറയണ്ടാവില്ലായിരിക്കും, ഉള്ള തന്നെ ആയിരിക്കും. പക്ഷേ ദർ സംതിങ് മോർ സീരിയസ് വിച്ച് അവരിന്നത് ഹൈഡ് ചെയ്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ കാര്യങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.